തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ഏറ്റുപറഞ്ഞ CPIM സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ പി രാജീവ്. LDF അല്ലാതെ മറ്റാര് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മുതൽ പാളിച്ചയുണ്ടായി. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങളെ ശക്തമായി എതിർത്തില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ തെറ്റുപറ്റിയെന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറി തെറ്റു തിരുത്തണമെന്നും പി രാജീവ് പറഞ്ഞു. മലപ്പുറത്ത് നടന്ന EMS സ്മൃതി സെമിനാറിലായിരുന്നു പ്രതികരണം. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ ശരിവെക്കുന്നതായിരുന്നു പി രാജീവിന്റെ തുറന്നുപറച്ചിൽ. നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൽ പാർട്ടിക്ക് അടിമുടി വീഴ്ച സംഭവിച്ചുവെന്ന് മുൻമന്ത്രി തുറന്നു പറഞ്ഞു. മുദ്രാവാക്യം തന്നെ ജനങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിച്ചെന്ന് പി രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങളെ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഏറെ പഴികേട്ട വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പി രാജീവ് സമ്മതിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ശബരിമല അയ്യപ്പ സംഗമം അനാവശ്യമായ പരിപാടിയായിരുന്നുവെന്നും പാർട്ടിക്ക് ബാധ്യതയായെന്നും കീഴ്കമ്മിറ്റികളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. അത് ശരിയായിരുന്നുവെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അയ്യപ്പ സംഗമത്തിലും ഉൾപ്പെടെ സാങ്കേതികത്വം പറഞ്ഞ് പ്രതിഷേധിച്ചത് പാളിയെന്നും രാജീവ് വ്യക്തമാക്കുന്നു. ഇന്നലകളുടെ സമരപ്രചാരണ പ്രവർത്തന മുറകൾ ഉപയോഗിച്ച് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും കാലത്തിനനുസരിച്ച് മാറിയുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും പി രാജീവ് തുറന്നു പറയുന്നു. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. SIR നടപടികൾ തുടങ്ങിയപ്പോൾ കൃത്യമായ പ്രവർത്തനം നടത്താൻ സംഘടനാപരമായി കഴിഞ്ഞില്ല. SFI അടക്കമുള്ള പോഷക സംഘടനകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം വേണമെന്നത് അടക്കമുള്ള വിഷയങ്ങളും രാജീവ് ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ഇഴകീറിയ ചർച്ചകളാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് പി രാജീവിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.